എൻ ശ്രീകുമാർ, ഇതിപ്പം ആലപ്പുഴയിൽ CPM-ഉം ജി സുധാകരനും നേർക്കുനേർ നടത്തുന്ന ഒറ്റതിരിഞ്ഞുള്ള പോരാട്ടത്തിന്റെ ഒരു പ്രതിഫലനം. അതിൽ നിന്ന് ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിവൈഎഫ്ഐ അദ്ദേഹം തന്നെ 1000 ദിവസം ഈ പൊതിച്ചോറ് വിതരണം പൂർത്തീകരിച്ച സമയത്ത് ജി സുധാകരൻ തന്നെ ഫേസ്ബുക്കിലിട്ട് പോസ്റ്റ് അതടക്കം ഷെയർ ചെയ്തുകൊണ്ട് ജി സുധാകരൻ ഇപ്പോൾ ഡിവൈഎഫ്ഐക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ഒരു സത്യസന്ധത, ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് ജി സുധാകരൻ എന്നൊരു ഒറ്റയാൾ താല്പര്യത്തിന് ഒരു സർക്കാർ സംവിധാനം അപ്പാടെ കൂട്ടുനിൽക്കുകയാണോ? നോക്കൂ ശ്രീമതി മാധു, ഈ പൊതിച്ചോറിൻ്റെ രാഷ്ട്രീയവും ഒന്നും നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ത് കാര്യം നടത്തുകയാണെങ്കിലും അവർക്കതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാവും. അത് പൊതുവെയുള്ള ഒരു നമ്മുടെ സമൂഹത്തിലെ സ്വഭാവമാണ്. ജി സുധാകരൻ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം അദ്ദേഹം CPM-ൽ നിന്ന് വിട്ടുപോവുകയും CPM-നെ എതിർത്തുകൊണ്ട് MLA ആവുകയും ചെയ്തതാണ്. അത് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. DYFIയുടെ പൊതിച്ചോറിനെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല. അതൊരു നല്ല കാര്യമാണ്. DYFI മാത്രമല്ല, എല്ലാവരും പൊതിച്ചോർ സംവിധാനത്തിലൂടെ പോകുന്നവരുണ്ട് ഈ നാട്ടിൽ, എല്ലാവരും ഉണ്ട്. ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല DYFIയുടെ പൊതിച്ചോറ് വിതരണത്തെ വളരെ അനുകൂലിച്ച് പ്രസംഗിച്ചത് DYFI തന്നെ വലിയ പബ്ലിസിറ്റിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പൊതിച്ചോറ് കൊടുത്തുകൊണ്ട് വോട്ട് കിട്ടുന്നൊന്നും ഒരു ഉറപ്പ് നമുക്കില്ലെന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്ക് വ്യക്തമാക്കിയതാണ്. പക്ഷേ അതിലത്തെ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അത് യുവജന സംഘടനയാണെങ്കിലും ആരായാലും, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിലവർക്ക് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാകും. അതിലാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും കരുണാകരൻ്റെ ചിത്രം വെച്ച് കഞ്ഞി വിളമ്പിയാലും അതെല്ലാം ഉണ്ടാകും. പക്ഷേ ഈ ആരോഗ്യമന്ത്രി മുരളീധരൻ ഇന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്, അദ്ദേഹം ഒരു നയം കൊണ്ടുവരുന്നു, ആരോഗ്യവകുപ്പിലൊരു നയം കൊണ്ടുവരുന്നു. ആ നയം എന്താണെന്ന് വെച്ചാൽ, പൊതിച്ചോറിനെതിരെ മുരളീധരൻ എന്നാണ് എല്ലാവരും ഇന്ന് പറയുന്നത്. പൊതിച്ചോറെന്ന് പറയുകയും അന്നം മുടക്കിയെന്ന് പറയുകയും അന്നത്തിൽ മണ്ണുവാരിയിട്ടു എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് വികാരം കൊള്ളിക്കാവുന്ന വിശേഷ പദങ്ങളാണ്. ഇതെനിക്ക് ഓർമ്മ വരുന്നത് കിറ്റ് രാഷ്ട്രീയം എന്ന് കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ പറഞ്ഞപ്പോൾ അന്നം മുടക്കികൾ എന്ന് കോൺഗ്രസിനെ ആക്ഷേപിക്കുകയും അന്ന് ആ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം LDFന് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ അന്നം മുടക്കി എന്ന് പറഞ്ഞാൽ അത് വലുതായിട്ട് അത് ജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയമായതുകൊണ്ട് ആ രീതിയിലുള്ള മുദ്രാവാക്യമൊക്കെ ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞുണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത്, മുരളീധരൻ ഒരു നയം കൊണ്ടുവന്നു. ആ നയം എന്താണെന്ന് വെച്ചാൽ, സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കേണ്ടെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു കമ്മ്യൂണിറ്റി കിച്ചൺ, അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ വിശദമായ ചർച്ച നടത്തേണ്ടതാണ്. ഇതുമായിട്ട് ബന്ധമില്ല. പക്ഷേ പൊതിച്ചോറ് കൊടുക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. പൊതിച്ചോറ് കൊടുത്തോളൂ, പക്ഷേ അത് രാഷ്ട്രീയ അടയാളത്തോടു കൂടി ആരും കൊടുക്കണ്ട. അത് യൂത്ത് കോൺഗ്രസ് കൊടുക്കണ്ട. അപ്പോൾ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. ഇപ്പം മലപ്പുറത്ത് ലീഗ് കൊടുക്കുന്നുണ്ട്, യൂത്ത് കോൺഗ്രസ് കൊടുക്കുന്നുണ്ട്, DYFI കൊടുക്കുന്നുണ്ട്. അത് വിപുലീകരിച്ചത് DYFI ആണ്. കാരണം എന്താ വെച്ചാൽ, അവർ 10 വർഷമായെന്ന് തോന്നുന്നു എനിക്ക് അവർ തുടങ്ങിയിട്ട്. കഴിഞ്ഞ 2016 പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം DYFI ഒരു സമര സംഘടനയല്ല എന്ന് കൂടി ബോധ്യപ്പെടുത്താവുന്ന രീതിയിൽ അവർക്ക് ഒരുപാട് സമയം കിട്ടി. അപ്പോൾ അവരതിൽ കൂടുതലായിട്ട് പ്രവർത്തിച്ചു. അവർക്കതിൽ വിജയിപ്പിക്കാൻ പറ്റി. അതിൽ ആരും എതിർത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ രാഷ്ട്രീയ അടയാളം കൊണ്ടു നടക്കുന്നതിലും തെറ്റൊന്നുമില്ല. അത് മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് ചിലപ്പോൾ വളർന്ന് വലുതായി വരികയാണെങ്കിൽ അത് എവിടേക്കാണ് എത്തുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു നയം കൊണ്ടുവരികയാണ് ഗവൺമെൻറ്. ആ നയം യുവജന സംഘടനകളുമായി ചർച്ച ചെയ്തിട്ട് അവർക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു പരാജയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ബഹുമാനത്തോടു കൂടി കാണാം. അവിടെയാണ് ഞാൻ ചോദിച്ചത്. ശ്രീ എൻ ശ്രീകുമാർ, ഇതിന്റെ തുടക്കം നോക്കൂ. ഇപ്പോൾ ഒരു ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം അനൗൺസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. സംസ്ഥാനത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ വഴി മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും സർക്കാർ സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. കൈകൊട്ടും നമ്മളെല്ലാവരും. ഇത് അവിടെ നിന്നല്ല ഉണ്ടാകുന്നത്. ഇത് ജി സുധാകരൻ ആലപ്പുഴയിലുണ്ടായ ചില ഈ പറയുന്ന അധികാര തർക്കങ്ങളുടെ പേരിൽ അപ്പുറത്തുനിന്ന് ഒരു MLA ഇപ്പുറത്ത് വന്നൊരു സന്ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ തർക്കങ്ങളുടെയും പോരിൻ്റെയും ചേരിപ്പോരിൻ്റെയും പേരിൽ അദ്ദേഹം തുടങ്ങി വെച്ചൊരു വിമർശനത്തിന്റെ വാല് പിടിച്ചാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിനെ ഒരു സർക്കാരിന്റെ നയപ്രഖ്യാപനം എന്ന നിലയ്ക്ക് കാണാൻ കഴിയുമോ? അല്ലല്ല, ഏത് തീരുമാനത്തിൻ്റെ പിന്നിലും ഒരു സൂചനയുണ്ടാകും. ആ സൂചന സുധാകരൻ കൊടുത്താണ്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം സുധാകരനാണ് DYFIയുടെ ഒപ്പം വളർന്നൊരു നേതാവ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥയോ വാസ്തവമോ ഒക്കെ ആരോഗ്യമന്ത്രി കണ്ടു കാണും. ഒരു സൂചന കിട്ടിക്കാണും, ഒരു ബേസ് കിട്ടിക്കാണും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ നയം എന്നല്ല ഞാൻ പറഞ്ഞത്. ആരോഗ്യവകുപ്പ് ഒരു നയം ആവിഷ്കരിക്കാൻ ശ്രമിച്ചാൽ എന്ന് വെച്ചാൽ അത് യുവജന സംഘടനകളുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടേ പറ്റുള്ളൂ. ഈ കമ്മ്യൂണിറ്റി കിച്ചനെ കുറിച്ചാണ് മുരളീധരൻ പറഞ്ഞത്. അതൊരു പരാജയമാണെന്നത് തോന്നാൻ കാരണം, കോവിഡ് കാലത്ത്
കമ്മ്യൂണിറ്റി കിച്ചൺ അന്നത്തെ ഗവൺമെൻറ് വ്യാപകമാക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് പരാജയപ്പെട്ടു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. അതായത് ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കുറച്ചു കാലം മുമ്പ് പത്രവിതരണത്തിന് സാധാരണ ഒരു ആളുകൾ വന്നിട്ട് പത്രവിതരണത്തിന് വേണ്ടി ഒരു സംവിധാനം അവർ സ്വയം വന്നിട്ട് അവർ രോഗികളാണെന്നൊക്കെ പറഞ്ഞ് പത്രവിതരണം ആരംഭിച്ചു. പിന്നീട് അതെന്താ വെച്ചാൽ അതൊരു പെട്ടിക്കട പോലെ ആക്കി. പിന്നീട് അവിടെ മറ്റ് പ്രസിദ്ധീകരണങ്ങളുടെ വിൽപ്പനശാലയായി. അങ്ങനെ അതിൽ വലിയ തർക്കമായി. അന്നത്തെ ആ സൂപ്രണ്ട് അതിനെതിരെ നടപടിയെടുത്തു. അതിപ്പോൾ ഇല്ലെന്നാണ് എൻ്റെ അറിവ്. അതുപോലെ ആശുപത്രിക്കുള്ളിൽ നിന്ന് കടന്നുകയറ്റം നടത്താതെ നിങ്ങൾ പൊതിച്ചോറ് വിതരണം ചെയ്തോളൂ. പൊതിച്ചോറ് വിതരണം ചെയ്യുന്നതിനായിട്ട് എതിരല്ല. പക്ഷേ അതിനുള്ളിൽ രാഷ്ട്രീയമായിട്ട് ഒരു കൊടി പിടിച്ചിട്ടോ അല്ലെങ്കിൽ അടയാളങ്ങൾ പാടില്ലെന്നേ ഉള്ളൂ. അത് യൂത്ത് കോൺഗ്രസിന് ബാധകമാണ്. ഇത് DYFIയിലേക്ക് ആരാ എത്തിച്ചത്? എനിക്കത് മനസ്സിലായില്ല. DYFIയുടെ പൊതിച്ചോറിനെതിരെ മുരളീധരൻ പറഞ്ഞോ? ഇല്ലല്ലോ. പൊതിച്ചോറിനെ കുറിച്ച് അദ്ദേഹം ഈ ആദ്യത്തെ പ്രതികരണം നടത്തിയതിനു ശേഷം DYFIയുടെ പൊതിച്ചോറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം DYFIയുടെ പൊതിച്ചോറിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റ് ഞാൻ ഇപ്പോൾ അങ്ങേക്ക് വായിച്ചു കേൾപ്പിച്ചു. അതായത് DYFI ഉന്നമിട്ടുകൊണ്ടും DYFI എന്ന പേരെടുത്തു പറഞ്ഞുകൊണ്ടും തന്നെയാണ് തുടർ പ്രതികരണങ്ങൾ നടത്തിയത്. അല്ല, അത് ശ്രീമതി മാധവ് അത് അദ്ദേഹത്തിൻ്റെ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, സുധാകരൻ CPM തമ്മിലുള്ള വഴക്ക് ഞാൻ ഇവിടേക്ക് വലിച്ചഴിക്കുന്നില്ല. കാരണം സുധാകരൻ CPM ആരായിരുന്നു? അടർത്തിയെടുക്കാൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും അത് ഏറ്റുപിടിക്കുകയാണ് ഉണ്ടായത്. ആലപ്പുഴയിൽ മാത്രം ഇപ്പോൾ നടപ്പിലാക്കാമെന്ന് പറയുമ്പോഴും അത് സുധാകരന് വേണ്ടി മാത്രമോ എന്നുള്ളതാണ് ചോദ്യം. ആലപ്പുഴയിൽ മാത്രമൊന്നല്ല. ശ്രീ മുരളീധരൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആശുപത്രികൾ എന്ന് വെച്ചാൽ ആശുപത്രിക്കുള്ളിൽ പൊതിച്ചോറ് കൊടുക്കുന്നതിന് അദ്ദേഹത്തിനായിട്ട് ഞാൻ കേട്ടില്ല. അവിടെ രാഷ്ട്രീയം വേണ്ടതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ശരിയല്ല. കാരണം കരുണാകരൻ്റെ ഫ്ലെക്സ് വെച്ചിട്ടോ അതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാരെ കൊടിയും പിടിച്ചിട്ട് ചിലപ്പോൾ വാശിയോടെ ഇനിയിപ്പോൾ നാളെ യൂത്ത് കോൺഗ്രസ്സുകാർ കൂടുതൽ പൊതിച്ചോറുമായിട്ട് എത്തും കൊടിയും പിടിച്ചിട്ട്. അപ്പോൾ അത് വേണ്ട, അത് എല്ലാവർക്കും ബാധകമാണ്. ഇപ്പം DYFI ആരും കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് DYFIയിലേക്ക് DYFI നേതാക്കൾ സ്വയം ഞങ്ങൾക്കെതിരെയാണ് ഇത് കുറ്റം പഠിച്ചതെന്ന് പറഞ്ഞിട്ട് അതവരെ അവരുടേതായ ഒരു പൊളിറ്റിക്സാക്കി മാറ്റുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതാണ് ഞാൻ പറഞ്ഞത്. അവർ 10 വർഷമായിട്ട് അവരെന്തുകൊണ്ടാണ് ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണം 10 വർഷം ഭരിച്ചത് അവരാണ്. അപ്പം സാധാരണ DYFIയുടെ ഒരു സമരകാലം ഉണ്ടല്ലോ, ആ സമരകാലം മാറ്റി വെച്ചിട്ട് അവർ പൊതിച്ചോറ് വിതരണം ചെയ്തു. അതിനെ ശ്ലാഘിച്ചത് അഭിനന്ദിച്ചത് രമേശ് ചെന്നിത്തലയാണ്. എന്ന് ചിന്തിക്കാതെ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി ആകുമ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ ഇലക്ഷൻ പോലും ഇല്ല 3 വർഷത്തേക്ക്. ആ സമയത്തും അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വോട്ടിന് വേണ്ടിയല്ല എന്ന തുറന്ന പ്രഖ്യാപനമായിട്ടും വേണമെങ്കിൽ നമുക്കിതിനെ കാണാം എന്ന് തോന്നുന്നു. Debate with Madhu Saji.